ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ പണം അധികകാലം സൂക്ഷിച്ചു വെക്കാൻ നോക്കരുത്. ഇല്ല മോനെ. അച്ചച്ച, ഈ പണത്തില് നോട്ടിടുന്ന 6 കണ്ണുകളെ സൂക്ഷിക്കണം. കരികന്മാര്. പോരടിച്ചതും പോരാഞ്ഞ് സ്വന്തം തന്തയെ കള്ളനാക്കുന്നോടി. നിങ്ങളിൽ ആരോ ആണ് ആ പണം എടുത്ത് മാറ്റിയത്? സത്യം പറഞ്ഞോണം, ആരാ പണം എടുത്തത്? ആരാന്ന് ചോദിച്ചത് കേട്ടില്ലേ? പണം എടുത്ത് മാറ്റിയത് ആരാണെന്ന്. അച്ഛാ, കടം വീട്ടാൻ വെച്ചിരുന്ന കാശ ഒരു നാക്കെടുക്കാ പ്രാണി വിയർപ്പൊഴുക്കിക്കൊണ്ടുവന്ന കാശ്. എടുത്തവരാരായാലും അതിപ്പോ തിരിച്ചു തരണം. ആരാ പണമെടുത്തത്? ചോദിച്ചത് കേട്ടില്ലേ? ആരാ പണമെടുത്ത് മാറ്റിയെന്ന്? മോളെ, ഇതല്ലേ വിനുവേട്ടൻ തന്ന പണം? മോളെ, ഈ പണം എങ്ങനെ നിന്റെ കയ്യിൽ വന്നു? വിനുവേട്ടന് അച്ഛന്റെ കയ്യിൽ പണം തരുമ്പോ ആർത്തിപ്പോണ്ട് ചില കണ്ണുകൾ പണത്തിൽ തറയ്ക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതെ, പ്രകാശങ്ങളും മനോജങ്ങളും വസന്താന്റിയും. അങ്ങനെ 3 പേരുടെ 6 കണ്ണുകൾ. അതെ, ഇവരിൽ ആരെങ്കിലും പണം എടുത്ത് മാറ്റാൻ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അച്ഛനും അമ്മയും അറിയാതെ പണപ്പൊതി മാറ്റിയതും ആ സ്ഥാനത്ത് പേപ്പർ കഷ്ണങ്ങളുടെ പൊതി വെച്ചതും ഞാനാ. പിന്നെ ഞാനും. അതെന്തായാലും നന്നായി മോളെ. ആശ്വാസമായി മോളെ. ദിനുവിന്റെ പണം സത്യമുള്ള പണം അച്ഛ. വന്ദനയ്ക്ക് ആ ബുദ്ധി തോന്നിപ്പിച്ചത് ദൈവം തന്നെയാ. ഇതാ അച്ഛ, അച്ഛൻ തന്നെ പണം വെച്ചോളൂ. വേണ്ട, ഈ പണം ഇനി മുറി വെച്ച നമ്മൾ 2 പേരുടെ ജീവനും ഒരു ഉറപ്പും ഉണ്ടാവില്ല മാധവേട്ട. ഈ മക്കൾ നമ്മളെ കൊല്ലാനും മടിക്കില്ല. അങ്ങനെ ഭയക്കണ്ടമ്മേ. പണം സൂക്ഷിക്കാൻ കഴിഞ്ഞവർക്ക് അതിനി സംരക്ഷിക്കാനും കഴിയും. അച്ഛൻ പണം വാങ്ങണം. ദാ
മാറി നിൽക്കടാ. വാടേ. വക കണ്ടതെല്ലാം വടിവേലുമായി. 10 പൈസ മോട്ടിച്ചു പോലും ഉണ്ടാക്കാൻ സമ്മതിക്കാത്ത സാമദ്രോഹികളാ. സഹോദരങ്ങളാണ് സഹോദരങ്ങള്. അല്ലെങ്കിൽ ഞാൻ എന്തിനാ പോണേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. അച്ഛൻ ഈ പണം എന്ത് ചെയ്യാൻ പോവും? എന്റെ ഒരു കൂട്ടുകാരന്റെ ഓട്ടോയല്ലേ ഞാൻ ഓടിച്ചിരുന്നത്. ആ, അത് കത്തിപ്പോയില്ലേ? ആ ഓട്ടോയുടെ പണം തിരിച്ചു കൊടുക്കണം. മറ്റുള്ള അത്യാവശ്യ കടങ്ങളൊക്കെ വീട്ടണം. ആ, അത് അത്യാവശ്യമായിട്ട് ചെയ്യണം. ഈ പണം അധികകാലം സൂക്ഷിച്ചു വെക്കാൻ നോക്കരുത്. ഇല്ല മോനെ. അച്ചച്ച, ഈ പണത്തില് നോട്ട് ഇടുന്ന 6 കണ്ണുകളെ സൂക്ഷിക്കണം. കരികന്മാര്. ഇത് കുടിക്കേ. എന്താടാ പതിവിലും നേരത്തെയാണല്ലോ ഇന്ന്? ഇന്നൊരു ക്ലയൻസ് മീറ്റിംഗ് ഉണ്ട്. മോനെ, അമ്മ ചോദിക്കുന്നതുകൊണ്ട് മോനൊന്നും തോന്നരുത്. അമ്മ ചോദിക്കേ. മോന് ദേവിയെ ഇഷ്ടായോ? മോന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന പെണ്ണാ. പൂർണ്ണ ഇഷ്ടമുണ്ടെങ്കിൽ സമ്മതിക്കാവൂ. അതവനറിയാം. പൂർണ്ണമായി ഇഷ്ടപ്പെടുന്ന പെണ്ണിനെയൊന്നും ആരുടെ ജീവിതത്തിലും കിട്ടാറില്ല. മോനെ, ഈ ജീവിതം എന്ന് പറയുന്നതേ ഒരു അഡ്ജസ്റ്റ്മെന്റ്. കുറവുകളും കുറ്റങ്ങളും ഒക്കെ പരസ്പരം തുറന്നു പറഞ്ഞ് പുറത്ത് നന്നായി മുന്നോട്ട് പോകുന്നതിനെയാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. എന്നുവെച്ച് നിനക്ക് ദേവിക ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ അവളെ നിർബന്ധമായിട്ട് താലി കെട്ടണമെന്നല്ല എന്റെ അർത്ഥം. മോനെ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവളെ വിട്ടേക്ക്. നമുക്ക് വേറെ നോക്കാം. അതെ മോനെ, മോനെന്തെങ്കിലും താല്പര്യക്കുറവുണ്ടെങ്കിൽ പറയേ, നമുക്കതങ്ങ് വിട്ടേക്കാം. ആ മോനെ, മംഗലത്തെ അഞ്ജലി മേനോനൊരു മോളുണ്ട്. ആള് നല്ല സുന്ദരിയാ. നമുക്ക് അതൊന്ന് നോക്കിയാലോ? അവർക്ക് താല്പര്യമുണ്ട്. ആ, എന്നാ പിന്നെ അത് നമുക്ക് ആലോചിക്കാം. അതിന് എനിക്ക് ദേവിക ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മാനത്തെ കൊട്ടാ